ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ 2025 ജൂലൈ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അതിലെ ഒന്നാമത്തെയാണ് കേട്ടോ. ജൂലൈ മാസത്തിലെ നമുക്ക് രണ്ട് ക്ലാസ് ആയിട്ട് എന്ത് ചെയ്യാം, ജൂലൈ മാസം കംപ്ലീറ്റ് ചെയ്യാം. കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗൈഡിനും BFA, ബെവ്കോ, LDക്കും ഒക്കെ നോക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയർ ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആരാണ്? മോഹനൻ കുന്നുമ്മൽ കേട്ടോ. മോഹനൻ കുന്നുമ്മൽ ആണ് ആരോഗ്യ സർവകലാശാലയുടെയും കേരള സർവകലാശാലയുടെയും വൈസ് ചാൻസലറും മോഹനൻ കുന്നുമ്മലാണ് കേട്ടോ. ആരോഗ്യ സർവകലാശാല, കേരള സർവകലാശാല, വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർ സിസ തോമസ് ആണ്. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ സിസ തോമസ്. എന്റെ ജീവിത പദങ്ങൾ ആരുടെ ആത്മകഥയാണ്? PS വേലായുധന്റെ ആത്മകഥയാണ് എന്റെ ജീവിത പദങ്ങൾ. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ഡയറക്ടർ ആയിട്ടുള്ള K മധു ആണ് കേട്ടോ. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ഡയറക്ടർ K മധു. പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശശി തരൂരിനാണ് കേട്ടോ. പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ശശി തരൂരിനാണ്. അന്താരാഷ്ട്ര നാണയനിധിയുടെ ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ പദവി രാജിവെച്ച മലയാളി വനിത ഗീത ഗോപിനാഥ്. അന്താരാഷ്ട്ര നാണയനിധിയുടെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിങ് IMO അല്ലെ, IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അന്താരാഷ്ട്ര നാണയനിധിയുടെ ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ പദവി രാജിവെച്ച മലയാളി വനിത ഗീത ഗോപിനാഥ്. തദ്ദേശ വാർഡ് വിഭജനത്തിനായി രൂപീകരിച്ച ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാൻ ഷാജഹാൻ ആണ് കേട്ടോ. ഇലക്ഷൻ കമ്മീഷണർ തന്നെയായ ഷാജഹാൻ തന്നെയാണ്. അത് നമുക്ക് ഈ അടുത്ത എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യനുമാണ് അല്ലെ. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാൻ ഷാജഹാൻ. അപ്പൊ ഒന്നും കൂടി നോക്കാം. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ, കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. കേരള ഡിജിറ്റൽ സർവകലാശാലയാണെങ്കിൽ സിസ തോമസ്. എന്റെ ജീവിത പദങ്ങൾ ആരുടെ ആത്മകഥ? PS വേലായുധൻ. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ മധു. കേശവദേവ് സാഹിത്യ പുരസ്കാരം ശശി തരൂര്. അന്താരാഷ്ട്ര നാണയനിധിയുടെ ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ പദവി രാജിവെച്ച മലയാളി വനിത ഗീത ഗോപിനാഥ്. തദ്ദേശ വാർഡ് വിഭജനത്തിനായി രൂപീകരിച്ച ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാൻ ഷാജഹാൻ. 2025 ജ്ഞാനപ്പാന പുരസ്കാരം KP ശങ്കരനാണ് കേട്ടോ. 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് KP ശങ്കരൻ. മൾബറി എന്നോട് നിന്റെ സോറിബയെ കുറിച്ച് പറയൂ എന്ന പുസ്തകം ആരുടേതാണ്? ബെന്യാമിന്റേതാണ്. നന്നായി നോക്കി വെക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ നന്നായി നോക്കി വെക്കണേ. മൾബറി എന്നോട് നിന്റെ സോറിബയെ കുറിച്ച് പറയൂ ആരുടെ പുസ്തകമാണ്? ബെന്യാമിന്റേതാണ്. കേൾവി പരിമിതർക്കായിട്ട് പ്രത്യേക പുസ്തകം പുറത്തിറക്കിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കേരളത്തിലെ ആദ്യത്തെ AI റോബോട്ടിക്സ് വികസന കേന്ദ്രം നിലവിൽ വരുന്നത് കൊട്ടാരക്കര നെടുവത്തൂരിലാണ്. കൊല്ലം ജില്ലയില് കൊട്ടാരക്കര നെടുവത്തൂരിലാണ് കേരളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക് വികസന കേന്ദ്രം നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ പ്രതിരോധ ഉപകരണ നിർമ്മാണ കേന്ദ്രം ബ്രഹ്മോസ് ആണ്, തിരുവനന്തപുരത്താണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ പ്രതിരോധ ഉപകരണ നിർമ്മാണ കേന്ദ്രം ഏതാണ്? ബ്രഹ്മോസ് ആണ്, നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. വൈകുണ്ഠസ്വാമിയുടെ വൈകുണ്ഠസ്വാമികളുടെ നവോത്ഥാന നായകൻ അല്ലെ, അവരുടെ സ്മാരകം വരുന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ. 2025 സ്കൂൾ കലോത്സവ വേദി തൃശൂർ ജില്ലയാണ്. 2025 സ്കൂൾ കലോത്സവ വേദി എവിടെയാണ്? തൃശൂർ ജില്ലയാണ്. ഒന്നും കൂടി നോക്കാം. 2025 ജ്ഞാനപ്പാന പുരസ്കാരം KP ശങ്കരൻ. മൾബറി എന്നോട് നിന്റെ സോറിബയെ കുറിച്ച് പറയൂ എന്ന പുസ്തകം ബെന്യാമിന്റേതാണ്. കേൾവി പരിമിതർക്കായി പ്രത്യേക പുസ്തകം പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക് വികസന കേന്ദ്രം നിലവിൽ വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലെ നെടുവത്തൂരിലാണ്. കേരളത്തിലെ ആദ്യത്തെ പ്രതിരോധ ഉപകരണ നിർമ്മാണ കേന്ദ്രമാണ് ബ്രഹ്മോസ്, തിരുവനന്തപുരത്ത് വരുന്നു. വൈകുണ്ഠസ്വാമിയുടെ സ്മാരകവും തിരുവനന്തപുരത്ത് വരുന്നു. 2025 സ്കൂൾ കലോത്സവത്തിന്റെ വേദി തൃശൂർ ജില്ല.
സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത മേഖലയാക്കി ഹരിത ഡെസ്റ്റിനേഷൻ പദവിയിലേക്ക് നെല്ലിയാമ്പതി വരുന്നു കേട്ടോ. സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത മേഖലയാക്കി ഹരിത ഡെസ്റ്റിനേഷൻ പദവിയിലേക്ക് തയ്യാറെടുക്കുന്നത് ഏതാണ്? നെല്ലിയാമ്പതിയാണ്, പാലക്കാട് ജില്ല. ആദ്യത്തെ വെർച്വൽ ചെക്ക് പോസ്റ്റ് നിലവിൽ വരുന്നത് വാളയാറാണ് കേട്ടോ. വാളയാർ ചെക്ക് പോസ്റ്റ് ആണ് ആദ്യത്തെ വെർച്വൽ ചെക്ക് പോസ്റ്റ്. സമ്പൂർണ്ണ ചെസ് ഗ്രാമം കടലുണ്ടി, വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോ കേട്ടോ. സമ്പൂർണ്ണ ചെസ് ഗ്രാമം കടലുണ്ടിയാണ്. കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം തലശ്ശേരി, വെരി ഇമ്പോർട്ടന്റ്. കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം തലശ്ശേരി. സ്വച്ഛ് സർവേക്ഷൺ 2024 പ്രകാരം സംസ്ഥാനത്തെ ഒന്നാമത്തെ ശുചിത്വ നഗരം ഏതാണ്? കൊച്ചിയാണ് കേട്ടോ. സ്വച്ഛ് സർവേക്ഷൺ 2024 പ്രകാരം സംസ്ഥാനത്തെ ഒന്നാമത്തെ ശുചിത്വ നഗരം കൊച്ചിയാണ്. ഇതിപ്പോ ഇപ്പം നമ്മൾ പഠിക്കുന്ന ഫുള്ളും കേരളത്തിലെയാണ് കേട്ടോ. കേരളവും ഇന്ത്യയിൽ കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് നമ്മൾ കേരളത്തിലെ മൊത്തം കാര്യങ്ങൾ ജൂലൈയിൽ കറണ്ട് അഫയർ നോക്കുകയാണ്, എന്നിട്ട് ഇന്ത്യയിൽ എടുക്കാം, എന്നിട്ട് ലോകം, സ്പോർട്സ്, അങ്ങനെയാണ് കേട്ടോ. ദേശീയ തലത്തില് കൊച്ചിക്ക് എത്ര സ്ഥാനമാണ്? 50ാം സ്ഥാനമാണ് കേട്ടോ. കേരളത്തിൽ ഒന്നാമത്തത് കൊച്ചി ആണെങ്കിലും ദേശീയ തലത്തിൽ നോക്കുമ്പോൾ കൊച്ചി എത്രാം സ്ഥാനമാണ്? 50ാം സ്ഥാനമാണ്. കുടുംബശ്രീയുടെ ഓൺലൈൻ റേഡിയോ ആണ് റേഡിയോ ശ്രീ. അയൽക്കൂട്ടം അംഗങ്ങളുടെ എണ്ണം കൂട്ടാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് 50+. അയൽക്കൂട്ടം അംഗങ്ങളുടെ എണ്ണം കൂട്ടാനുള്ള കുടുംബശ്രീ പദ്ധതി 50+. ബാലചൂഷണം തടയാനാണ് ശരണബാല്യം. ബാലചൂഷണം തടയാൻ കൊണ്ടുവരുന്ന പദ്ധതി ശരണബാല്യം. നോക്കാം. സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത മേഖലയാക്കി ഹരിത ഡെസ്റ്റിനേഷൻ പദവിയിലേക്ക് ഒരുങ്ങുന്നത് നെല്ലിയാമ്പതിയാണ്. ആദ്യത്തെ വെർച്വൽ ചെക്ക് പോസ്റ്റ് ഏതാണ്? വാളയാർ ചെക്ക് പോസ്റ്റ് ആണ്. സമ്പൂർണ്ണ ചെസ് ഗ്രാമം കടലുണ്ടി. കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം തലശ്ശേരിയാണ്. സ്വച്ഛ് സർവേക്ഷൺ 2024 പ്രകാരം നമ്മുടെ സംസ്ഥാനത്തെ ഒന്നാമത്തെ ശുചിത്വ നഗരം കൊച്ചിയാണെങ്കിൽ കൊച്ചി ദേശീയ തലത്തിൽ 50ാം സ്ഥാനത്താണ്. കുടുംബശ്രീയുടെ ഓൺലൈൻ റേഡിയോ ആണ് റേഡിയോ ശ്രീ. അയൽക്കൂട്ടം അംഗങ്ങളുടെ എണ്ണം കൂട്ടാനുള്ള കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ്? 50+ ആണ്. ബാലചൂഷണം തടയാനുള്ള പദ്ധതിയാണ് ശരണബാല്യം. ആരോരുമില്ലാത്ത വയോജന സംരക്ഷണത്തിനുള്ള പദ്ധതിയാണ് വയോസാന്ത്വനം. ആരോരുമില്ലാത്ത വയോജനങ്ങളെ സംരക്ഷിക്കാനുള്ള പദ്ധതിയാണ് വയോസാന്ത്വനം. വനം വകുപ്പിന്റെ വിദ്യാലയങ്ങളിൽ ഉള്ള സുരക്ഷാ പരിശോധന സർപ്പപാഠം. വനം വകുപ്പിന്റെ വിദ്യാലയങ്ങളിൽ ഉള്ള സുരക്ഷാ പരിശോധന ഏതാണ്? സർപ്പപാഠം. കാരണം നമുക്കറിയാം അല്ലെ, സ്കൂളുകളിലൊക്കെ പാമ്പിന്റെ ശല്യം കണ്ടെത്തി അല്ലെ, ഒരുപാട് അപകടങ്ങൾ തരണം ചെയ്ത ഇതുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ആ സർപ്പ എന്നുള്ളത് വന്നിരിക്കുന്നത്. മരുന്നുകളുടെ തെറ്റായ ഉപയോഗം കണ്ടെത്താൻ ഏതാണ്? ഓപ്പറേഷൻ മെഡിമാക്സ് കേട്ടോ. ഓപ്പറേഷൻ മെഡിമാക്സ്. മരുന്നുകളുടെ തെറ്റായ ഉപയോഗം കണ്ടെത്താനുള്ളതാണ് ഓപ്പറേഷൻ മെഡിമാക്സ്. കൃഷി ആവശ്യത്തിനുള്ള ജലസേചന പമ്പുകൾ സൗരോർജ്ജത്തിലേക്ക് മാറ്റാനുള്ള പദ്ധതിയാണ് PM കുസും പദ്ധതി. കൃഷി ആവശ്യത്തിനുള്ള ജലസേചന പമ്പുകൾ നമ്മൾ കറണ്ട് ഉപയോഗിച്ചിട്ടായിരിക്കും അല്ലെ ജലസേചനം ചെയ്യുക. അത് എന്ത് ചെയ്യുക? അതിന് സൗരോർജ്ജത്തിലേക്ക് മാറ്റാനുള്ള പദ്ധതിയാണ് PM കുസും. പാരമ്പര്യ കലകൾക്ക് പുതുജീവൻ നൽകാൻ, വെരി ഇമ്പോർട്ടന്റ് നോക്കിക്കോണം, പാരമ്പര്യ കലകൾക്ക് പുതുജീവൻ നൽകാൻ കുടുംബശ്രീയുടെ പദ്ധതിയാണ് ജൻഗൽസ. എന്താണ്? ജനഗൽസ. പാരമ്പര്യ കലകൾക്ക് പുതുജീവൻ നൽകാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ജൻഗൽസ. കീ ടു എൻട്രൻസ് സൗജന്യ പരിശീലന പദ്ധതി കൊണ്ടുവരുന്നത് കൈറ്റ് ആണ് കേട്ടോ. വിദ്യാഭ്യാസ ചാനലായിട്ടുള്ള കൈറ്റ് ആണ്. കീ ടു എൻട്രൻസ് സൗജന്യ പരിശീലന പദ്ധതി കൊണ്ടുവരുന്നത് കൈറ്റ് ആണ്. അപ്പൊ ആരോരുമില്ലാത്ത വയോജനങ്ങളെ സംരക്ഷിക്കാനുള്ള പദ്ധതിയാണ് വയോസാന്ത്വനം. വനം വകുപ്പിന്റെ വിദ്യാലയങ്ങളിലുള്ള സുരക്ഷാ പരിശോധനയാണ് സർപ്പപാഠം. മരുന്നുകളുടെ തെറ്റായ ഉപയോഗം കണ്ടെത്താനുള്ളതാണ് ഓപ്പറേഷൻ മെഡിമാക്സ്. കൃഷി ആവശ്യത്തിനുള്ള ജലസേചന പമ്പുകൾ സൗരോർജ്ജത്തിലേക്ക് മാറ്റാനാണ് PM കുസും. പാരമ്പര്യ കലകൾക്ക് പുതുജീവൻ നൽകാൻ കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ്? ജൻഗൽസ. കീ ടു എൻട്രൻസ് സൗജന്യ പരിശീലന പദ്ധതി ആരാ കൊണ്ടുവരുന്നത്? കീ ടു എൻട്രൻസ് കൈറ്റ് ആണ്. നോക്കാം. അടുത്തത് ഒരു 4 പദ്ധതികൾ ഇവിടെ തന്നിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. മിഷൻ വാത്സല്യ പദ്ധതി, ദേവഹരിതം പദ്ധതി, സുദിഗമിത്ര, ലീപ്
കേരള. എന്താണ് ഈ മിഷൻ വാത്സല്യ പദ്ധതി? ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഒന്ന് കേൾക്കണേ. മിഷൻ വാത്സല്യം അല്ലെ, അത് തന്നെ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലൈംഗിക ചൂഷണം നേരിട്ട് വീടുകളിൽ നിന്ന് പുറത്തായ കുട്ടികള്, അതുപോലെ അതിക്രമങ്ങൾക്ക് ഇരയായ കുട്ടികള്, വിവിധ കാരണങ്ങളാൽ സ്വന്തം വീട്ടിൽ കഴിയാനാകാത്തവര്, കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട കുട്ടികൾ, ഇവർക്ക് മാനസിക പിന്തുണ നൽകി ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുന്ന പദ്ധതിയാണ് മിഷൻ വാത്സല്യ. മിഷൻ വാത്സല്യ എന്ന പദ്ധതി തന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഓരോ കുട്ടിക്കും ആരോഗ്യവും സന്തോഷവുമുള്ള ബാല്യകാലം ഉറപ്പാക്കുക, കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തിയിട്ട് വളരാൻ സഹായിക്കുക, ശൈശവ വിവാഹം, വിദ്യാഭ്യാസ അവകാശ നിയമം, പോക്സോ, ബാലവേല നിയമങ്ങൾ തുടങ്ങിയവ ഇവർക്ക് വേണ്ടിയിട്ട് ഫലപ്രദമായി നടപ്പിലാക്കുക. ഇതൊക്കെ ഇതിന്റെ ലക്ഷ്യമാണ്, മിഷൻ വാത്സല്യയുടെ ലക്ഷ്യമാണ് കേട്ടോ. അപ്പൊ ലൈംഗിക ചൂഷണം നേരിട്ട് വീട്ടുകളിൽ നിന്നും പുറത്തായ കുട്ടികൾക്കും, അതുപോലെ അതിക്രമത്തിനിരയായ കുട്ടികൾക്കും, വിവിധ കാരണങ്ങളാൽ സ്വന്തം വീട്ടിൽ കഴിയാനാകാത്ത കുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏത്? മിഷൻ വാത്സല്യ. ഇനി ദേവഹരിതം പദ്ധതി, അത് നമുക്ക് ഈ സെന്റൻസിൽ നിന്ന് തന്നെ എടുക്കാം അല്ലെ. ദേവഹരിതം അല്ലെ, എന്താ? ആരാധനാലയങ്ങളും അതുപോലെ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സ്ഥാപനങ്ങളും. ആരാധനാലയങ്ങൾ, ഓക്കെ. അപ്പൊ അവിടെയൊക്കെ എന്ത് ചെയ്യുക? ആ തരിശു ഭൂമി കിടക്കുന്നുണ്ടാവും അല്ലെ, അവിടെയൊക്കെ ചെടികൾ നട്ടിട്ട് പച്ചത്തുരുത്ത് സ്ഥാപിക്കുക, ക്ഷേത്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പൂവും കാർഷിക വിളകളും കൃഷി ചെയ്യുക എന്നതാണ് ഈ പദ്ധതി കേട്ടോ. ഹരിത കേരള മിഷൻ നേതൃത്വത്തിൽ ദേവഹരിത പദ്ധതി എവിടെ തുടക്കിയിട്ടുണ്ട്? ദേവഹരിത പദ്ധതി ചിറയിൻകീഴ് തുടക്കമിട്ടിട്ടുണ്ട് കേട്ടോ. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തില് ചിറയിൻകീഴില് എന്ത് ചെയ്തിട്ടുണ്ട്? ദേവഹരിതം പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ദേവഹരിതം, ദേവം അല്ലെ, അതിൽ നിന്ന് കിട്ടും, ആരാധനാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി സുധികമിത്ര എന്താണ്? രോഗി പരിചരണത്തിന്. എന്താണ്? രോഗികളെ പരിചരിക്കാനും, രോഗി പരിചരണം, അതേപോലെ തന്നെ പ്രസവ ശുശ്രൂഷ, അതേപോലെ തന്നെ പിന്നെന്താണ് ചോദിച്ചാൽ, ഈ എന്താ പറയാ, ഇപ്പൊ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ കൂടെ ഇരിക്കാൻ ആളുണ്ടാകില്ല അല്ലെ, അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് കൂട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ആയുഷ് വകുപ്പിന്റെ സഹകരണത്തോടെ ഹോം നഴ്സ് സേവനങ്ങളൊക്കെ ഉറപ്പാക്കുക എന്ന എല്ലാം കൂടി ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണ് ഇത്? സുധികമിത്ര കേട്ടോ. രോഗി പരിചരണം, പ്രസവ ശുശ്രൂഷ, കൂട്ടിരിപ്പ് കേട്ടോ, ആളില്ലാത്തവർക്ക് കൂട്ടിരിപ്പ്, അതുപോലെ ഹോം നഴ്സ്, ഇതൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് സുധികമിത്ര പദ്ധതി. ഇനി എന്താണ് ലീപ് കേരള? 2025 എന്ത് നടക്കുന്നുണ്ട്? തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അല്ലെ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആ വോട്ടർ പട്ടികയില് പേര് ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ കുറിച്ചിട്ടുള്ള ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബോധവൽക്കരണ പ്രചരണ പദ്ധതിയാണ് ലീപ് കേരള കേട്ടോ. വെരി ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം. ലീപ് കേരള 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതൊക്കെ ഉണ്ടാവും അല്ലെ, അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രചരണ പരിപാടിയാണ് ലീപ് കേരള. ട്രാൻസ്ജെൻഡേഴ്സിന് സാമ്പത്തിക സഹായം ലക്ഷ്യമിടുന്നതിന് കൊണ്ടുവരുന്ന പദ്ധതിയാണ് പ്രതിഭ കേട്ടോ. ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടാണ്, അവർക്ക് സാമ്പത്തിക സഹായം ലക്ഷ്യമിടുന്നതിനുള്ള പദ്ധതിയാണ് ഇത് പ്രതിഭ. ഇനി VS അച്യുതാനന്ദനെ നോക്കാം. VSനോടുള്ള ആദര സൂചകമായി അടുത്തിടെ പേര് നൽകപ്പെട്ട സസ്യത്തിന് പേരെന്താണ്? ചിംപേഷ്യസ് അച്യുതാനന്ദിനി. എന്താണ്? ഇവിടെ ഇംപേഷ്യസ് അച്യുതാനന്ദനി. VSനോടുള്ള ആദരസൂചകമായി അടുത്തിടെ പേര് നൽകപ്പെട്ട സസ്യം ഇംപേഷ്യസ് അച്യുതാനന്ദിനി. അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണ്? സമരം തന്നെ ജീവിതം. ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? സമരത്തിന് ഇടവേളകളില്ല,
ഇടപെടലുകൾക്ക് അവസാനമില്ല. അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ ജനപക്ഷം, ഇരകൾ വേട്ടയാടപ്പെടുമ്പോൾ പരിസ്ഥിതിയും വികസനവും ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ്. അപ്പൊ VS-നെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ പേര് നൽകപ്പെട്ട സസ്യം ഇംപേഷ്യസ് അച്യുതാനന്ദിനി, അദ്ദേഹത്തിന്റെ ആത്മകഥ സമരം തന്നെ ജീവിതം, ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായ വ്യക്തി, സമരത്തിന് ഇടവേളകളില്ല, ഇടപെടലുകൾക്ക് അവസാനമില്ല, അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ ജനപക്ഷം, ഇരകൾ വേട്ടയാടപ്പെടുമ്പോൾ പരിസ്ഥിതിയും വികസനവും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ്. അതുപോലെ പ്രതിഭ പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സിന് സാമ്പത്തിക സഹായം ലക്ഷ്യമിടുന്ന പദ്ധതിയാണ്. ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണർ, യൂണിയൻ ടെറിട്ടറിയിലെ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? കാവിന്ദർ ഗുപ്തയാണ് കേട്ടോ. അത് അടുത്തിടെ ആയതാണ്. കറന്റ് അഫയറിലൊക്കെ നമുക്ക് നന്നായിട്ട് അത് നോട്ട് ചെയ്ത് വെക്കാനാണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് വന്നു കയറും. മനസ്സിലാകുന്നുണ്ടോ? ആരാണ്? കാവിന്ദർ ഗുപ്ത ട്ടോ. നോട്ട് ചെയ്യണേ, കാവിന്ദർ ഗുപ്ത. അപ്പൊ നമ്മൾ നേരെ ഇനി എവിടേക്ക് കിടക്കുകയാണ്? നമ്മള് ഇന്ത്യയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. കേരളം ഏകദേശം നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേരളത്തിലെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം എല്ലാം കേരളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണർ കാവിന്ദർ ഗുപ്ത. രാഷ്ട്രപതിയുടെ നാമനിർദ്ദേശത്താൽ രാജ്യസഭയിലേക്ക് എത്തിയ മലയാളിയാണ് സി സദാനന്ദൻ. രാഷ്ട്രപതിയുടെ നാമനിർദ്ദേശത്താൽ രാജ്യസഭയിലേക്ക് എത്തിയ മലയാളി സി സദാനന്ദൻ. കലിംഗ അവാർഡ് 2024 ധർമ്മേന്ദ്ര പ്രധാനാണ് കേട്ടോ. കലിംഗ അവാർഡ് 2024 ധർമ്മേന്ദ്ര പ്രധാൻ. ആരാ ധർമ്മേന്ദ്ര പ്രധാൻ? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് അല്ലെ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാനാണ് 2024 കലിംഗ അവാർഡ്. ഇനി ഇഗ്നോയുടെ വൈസ് ചാൻസലർ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആരാണ്? ഉമാ കഞ്ചിലാൽ ആണ് കേട്ടോ. ഉമാ കഞ്ചിലാൽ. 2025 ലോകമാന്യ തിലക് അവാർഡ്, ലോകമാന്യ തിലക് കേട്ടോ. ലോകമാന്യ തിലക് അവാർഡ് നിതിൻ ഗഡ്കരിക്കാണ് കേട്ടോ. ലോകമാന്യ തിലക് അവാർഡ് നിതിൻ ഗഡ്കരിക്കാണ്. ഓക്കെ ആണോ? അടുത്തത് 2025 ബുക്കർ സമ്മാനത്തിന്റെ പ്രഥമ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ എഴുത്തുകാരി കിരൺ ദേശായി കേട്ടോ. കിരൺ ദേശായി ആണ്. ഓക്കെ. ഇനി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ രാജിവെച്ചതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണ്? 67A ആണ് കേട്ടോ. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ രാജിവെച്ചതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 67A. നെക്സ്റ്റ്, രാഷ്ട്രപതിയുടെ ADD ക്യാമ്പ് പദവിയിൽ എത്തിയ ആദ്യ വനിത യശസ്വി സോളങ്കി. രാഷ്ട്രപതിയുടെ ADD ക്യാമ്പ് പദവിയിൽ എത്തിയ ആദ്യ വനിത യശസ്വി സോളങ്കി. ലഡാക്കിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? കവിന്ദർ ഗുപ്ത കേട്ടോ. കവിന്ദർ ആണ് കേട്ടോ. കവിന്ദർ ഗുപ്ത. രാഷ്ട്രപതിയുടെ നാമനിർദ്ദേശത്താൽ രാജ്യസഭയിലേക്ക് എത്തിയ മലയാളിയാണ് സി സദാനന്ദൻ. കലിംഗ അവാർഡ് 2024 ധർമ്മേന്ദ്ര പ്രധാനാണ്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. ഇഗ്നോയുടെ വൈസ് ചാൻസലർ, ഇഗ്നു ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഉമാ കാഞ്ചിലാൽ. 2025 ലോകമാന്യ തിലക് അവാർഡ് നിതിൻ ഗഡ്കരിക്കാണ്. 2025 ബുക്കർ സമ്മാനത്തിന്റെ പ്രഥമ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ എഴുത്തുകാരി കിരൺ ദേശായി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ രാജിവെച്ചതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 67A. രാഷ്ട്രപതിയുടെ ADD ക്യാമ്പ് പദവിയിലെത്തിയ ആദ്യത്തെ വനിത യശസ്വി സോളങ്കി. ഇന്ത്യയുടെ ഔദ്യോഗിക കണക്കുകൾക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പുതിയ ആപ്പാണ് GOI സ്റ്റാറ്റസ്. ഇന്ത്യയുടെ ഔദ്യോഗിക കണക്കുകൾക്കായിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പുതിയ ആപ്പാണ് GOI സ്റ്റാറ്റസ്. ജന്തുജാലങ്ങളുടെ മുഴുവൻ പട്ടിക തയ്യാറാക്കുന്ന ആദ്യത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി കേട്ടോ. ജന്തുജാലങ്ങളുടെ മുഴുവൻ പട്ടിക. പരമ്പരാഗത വിജ്ഞാന ഡിജിറ്റൽ ലൈബ്രറി ആരംഭിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായിട്ട് ഇന്ത്യ മാറി. പരമ്പരാഗത വിജ്ഞാന ഡിജിറ്റൽ ലൈബ്രറി ആരംഭിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം. ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം ഏതാണ്? ഇൻഡോർ ആണ് കേട്ടോ. തുടർച്ചയായിട്ട് ഇൻഡോർ തന്നെയാണ് ഇപ്പൊ വരുന്നത്. ഏറ്റവും വൃത്തിയുള്ള നഗരം ഇൻഡോർ ആണ്. രണ്ടാം സ്ഥാനത്ത് സൂററ്റ് ആണ്. മൂന്നാം സ്ഥാനത്ത് നവി മുംബൈ. രാജ്യത്ത് ആദ്യമായിട്ട് മൊബൈൽ കീബോർഡ് രേഖപ്പെടുത്തിയ സംസ്ഥാനം
ബീഹാർ. രാജ്യത്ത് ആദ്യമായി മൊബൈൽ കീബോർഡ് രേഖപ്പെടുത്തിയ സംസ്ഥാനം ബീഹാർ. പഞ്ചസാര ബോർഡ് ആരംഭിക്കാൻ പോകുന്നത് ബീഹാർ ആണ് കേട്ടോ. പഞ്ചസാര ബോർഡ് ആരംഭിക്കാൻ, നമ്മൾ മെഡിക്കൽ ബോർഡ് എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ പഞ്ചസാര ബോർഡ് ആരംഭിക്കാൻ പോകുന്നത് ബീഹാർ ആണ്. ഗംഭീര പാലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം, അതായത് ഒരു പാലത്തിന്റെ പേര് തന്നെ എന്താണ്, ഗംഭീര പാലം എന്നാണ് കേട്ടോ. അപ്പൊ ഗംഭീര പാലം ആരംഭിക്കാൻ പോകുന്നത് എവിടെയാണ്? ഗംഭീരപാലം ഗുജറാത്തിലാണ് കേട്ടോ. ഗംഭീരപാലം ആരംഭിക്കാൻ പോകുന്നത് ഗുജറാത്തിലാണ്. ഗംഭീരപാലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ എവിടെയാണ്? ഗംഭീരപാലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. നോക്കാം ഒന്നുകൂടി. ഇന്ത്യയുടെ ഔദ്യോഗിക കണക്കുകൾക്കായിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പുതിയ ആപ്പ് GOI സ്റ്റാറ്റസ്. ജന്തുജാലങ്ങളുടെ മുഴുവൻ പട്ടിക തയ്യാറാക്കുന്ന ആദ്യത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി. പരമ്പരാഗത വിജ്ഞാന ഡിജിറ്റൽ ലൈബ്രറി ആരംഭിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായിട്ടും ഇന്ത്യ മാറി. ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം ഇൻഡോർ, രണ്ടാം സ്ഥാനം സൂററ്റ്, മൂന്നാം സ്ഥാനം നവി മുംബൈ. രാജ്യത്ത് ആദ്യമായിട്ട് മൊബൈൽ കീബോർഡ് രേഖപ്പെടുത്തിയ സംസ്ഥാനമാണ് ബീഹാർ. പഞ്ചസാര ബോർഡ് ആരംഭിക്കുന്നത് ബീഹാർ ആണ്. പഞ്ചസാര ബോർഡ്, മൊബൈൽ കീബോർഡ് ഇതൊക്കെ ബീഹാർ ആണ്. ഇനി ഗംഭീരപാലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഗംഭീരപാലം ഗ എന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഗ എന്നുള്ള സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് ടൂറിസം പദ്ധതി എവിടെയാ വരുന്നത്? ജാർഖണ്ഡിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് ടൂറിസം പദ്ധതി ജാർഖണ്ഡില്. മഹാലക്ഷ്മി പദ്ധതി നിലവിൽ വരുന്നത് തെലങ്കാനയിലാണ് കേട്ടോ. മഹാലക്ഷ്മി പദ്ധതി എന്താ? ഈ മഹാലക്ഷ്മി പദ്ധതി സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര, സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. സ്ത്രീകൾക്ക് ബസ്സുകളില് എന്താണ് സൗജന്യമായിട്ടുള്ള യാത്ര കൊണ്ടുവരുന്ന പദ്ധതി. മഹാലക്ഷ്മി പദ്ധതി ആരംഭിച്ചത് തെലങ്കാനയാണ്. രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം, വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം ആനമല ടൈഗർ റിസർവ് തമിഴ്നാട്ടിലാണ് കേട്ടോ. രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം ആനമല ടൈഗർ റിസർവ് തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ 50 കിലോ വാട്ട് ജിയോ തെർമൽ പവർ പ്ലാന്റ് അരുണാചൽ പ്രദേശിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ 50 കിലോ വാട്ട് ജിയോ തെർമൽ പവർ പ്ലാന്റ് അരുണാചൽ പ്രദേശിലാണ്. ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? നിസാമാബാദ്, തെലങ്കാന. ദേശീയ മഞ്ഞൾ ബോർഡ്, നമ്മൾ നേരത്തെ പഞ്ചസാര ബോർഡ് ആരംഭിക്കുന്നത് ബീഹാറിലാണ് എന്ന് പറഞ്ഞു അല്ലെ. ഇനി ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ആസ്ഥാനം നിസാമാബാദ്, തെലങ്കാന. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് ടൂറിസം പദ്ധതി എവിടെയാണ്? ജാർഖണ്ഡിലാണ് കേട്ടോ. മഹാലക്ഷ്മി പദ്ധതി സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര ആണ്. മഹാലക്ഷ്മി പദ്ധതി തെലങ്കാനയിലാണ്. രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം ആനമല ടൈഗർ റിസർവ് തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ 50 കിലോ വാട്ട് ജിയോ തെർമൽ പവർ പ്ലാന്റ് അരുണാചൽ പ്രദേശ്. ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ആസ്ഥാനം നിസാമാബാദ്, തെലങ്കാന. 2027 39ാമത് നാഷണൽ ഗെയിംസിന്റെ വേദി മേഘാലയാണ് കേട്ടോ. 2027 39ാമത് നാഷണൽ ഗെയിംസിന് വേദിയാകുന്നത് മേഘാലയയിലാണ്. വിദ്യാർത്ഥികളുടെ പഠന നേട്ട സർവേയിൽ കേരളത്തിന് 2ാം സ്ഥാനമാണ് കേട്ടോ. 1ാം സ്ഥാനം പഞ്ചാബ് കൊണ്ടുപോയി. പഠന നേട്ട സർവേയിൽ കേരളത്തിന് 2ാം സ്ഥാനമാണ്, 1ാം സ്ഥാനം പഞ്ചാബ്. വന്ദറ ഗജസേവക് സമ്മേളന വേദി ഗുജറാത്തിലെ ജാംനഗറില്. വന്ദറ ഗജസേവക് സമ്മേളന വേദി എവിടെയാണ്? ഗുജറാത്തിലെ ജാംനഗറില്. കടുവ സാന്ദ്രതയില് 1ാം സ്ഥാനം. കടുവകളുടെ കേട്ടോ, കടുവകളുടെ കണക്കെടുപ്പ് നടത്തിയപ്പോൾ അതിൽ സാന്ദ്രത എന്ന് വെച്ച് നോക്കുന്ന സമയത്ത് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ബന്ദിപ്പൂർ. അറിയാലോ അല്ലെ, വന്യജീവി സങ്കേതം. ഫസ്റ്റ് ബന്ദിപ്പൂർ, 2ാമത്തത് കോർബറ്റ്, 3ാമത്തത് കാസിരംഗ കേട്ടോ. ഫസ്റ്റ് ബന്ദിപ്പൂർ വന്യജീവി സങ്കേതം, കോർബറ്റ്, അതുപോലെ 3ാം സ്ഥാനം കാസിരംഗയ്ക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ തല സഹകത പഠിച്ചോട്ടാ, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ തല സഹകരണ സർവകലാശാല ത്രിഭുവൻ സഹകാരി ട്ടോ. എന്താണ്? ത്രിഭുവൻ ട്ടോ. ത്രിഭുവൻ പഠിക്കണേ. എന്താണ് ചോദ്യം? എന്താ വന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ തല സഹകരണ സർവകലാശാല ത്രിഭുവൻ സഹകാരി. ത്രിഭുവൻ സഹകാരി ഉണ്ട് കേട്ടോ. എവിടെയാണ്? ഗുജറാത്തിലെ ആനന്ദിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്ല ഷോറൂം എവിടെയാ? മുംബൈയിലാണ്. മുംബൈ കർണാക് പാലത്തിന് പുനർനാമകരണം ചെയ്തു.
മുംബൈയില് ഒരു പാലമുണ്ട്. ഏതാണ്? കർണാക് പാലം. അതിന് പുനർനാമകരണം ചെയ്തു. കാരണം നമ്മുടെ ഇവിടെ കാശ്മീരിലും പാകിസ്ഥാനിലുമായിട്ട് നടന്ന യുദ്ധം ഇതാണ്. ഏതാണ്? സിന്ദൂർ അല്ലെ? അപ്പൊ പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, അതിന് ആ സിന്ദൂർ എന്ത് ചെയ്തു? ഈ പാലത്തിന് പുനർനാമകരണം ചെയ്തു കൊടുത്തു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനെ വധിച്ച ഓപ്പറേഷൻ ഏതാണ്? പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനെ വധിച്ച ഓപ്പറേഷൻ മഹാദേവ് കേട്ടോ. ഓപ്പറേഷൻ മഹാദേവ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ് നിലവിൽ വരുന്നത് മുംബൈയിലാണ്. മുംബൈ ഗോവ NH66 ആണ് കേട്ടോ. മുംബൈ ഗോവ NH66. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ് നിലവിൽ വരുന്നത് മുംബൈ ഗോവ NH66. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ എയ്ഡഡ് സ്വകാര്യ കോളേജുകൾ വരും എന്ന് വിധിച്ച കേസ് വർഗീസ് വേഴ്സസ് MG യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ 2027 39ാമത് നാഷണൽ ഗെയിംസിന് വേദി 39ാമത് മേഘാലയ. വിദ്യാർത്ഥികളുടെ പഠന നേട്ട സർവേയിൽ കേരളത്തിന് 2ാം സ്ഥാനം, 1ാം സ്ഥാനം പഞ്ചാബ്. വന്ദറ ഗജസേവക് സമ്മേളനത്തിന്റെ വേദി എവിടെയാണ്? ഗുജറാത്തിലെ ജാംനഗറിലാണ്. കടുവ സാന്ദ്രതയിൽ 1ാം സ്ഥാനത്ത് ബന്ദിപ്പൂർ, 2ാം സ്ഥാനത്ത് കോർബറ്റ്, 3ാം സ്ഥാനത്ത് കാസിരംഗ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ തല സഹകരണ സർവകലാശാല ഏതാണ്? ത്രിഭുവൻ സഹകാരി, ഗുജറാത്തിലെ ആനന്ദിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്ല ഷോറൂം മുംബൈയിലാണ്. മുംബൈയിലെ കർണാക് പാലത്തിനെ പുനർനാമകരണം ചെയ്തു, സിന്ദൂർ എന്നാക്കി കേട്ടോ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനെ വധിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മഹാദേവ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ് നിലവിൽ വരുന്നത് മുംബൈ ഗോവ NH66. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ എയ്ഡഡ് സ്വകാര്യ കോളേജുകളും വരും എന്ന് വിധിച്ച കേസ് വർഗീസ് വേഴ്സസ് MG യൂണിവേഴ്സിറ്റി. ഓക്കെയാണോ? അപ്പൊ നമ്മള് 2025 കേരളം മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇന്ത്യ നമ്മൾ അതേപോലെ പകുതിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ത്യയുടെ ബാലൻസും കൊണ്ടുവരണം, വേൾഡ് നോക്കണം, അതുപോലെ തന്നെ സ്പോർട്സും നോക്കണം. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ കറണ്ട് അഫെയറിന്റെ ബാക്കിയായിട്ട് കാണാം. അങ്ങനെ ജൂലൈ കറണ്ട് അഫെയർ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കടക്കാം കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ പുതിയ SCRT പഴയ SCRT ക്ലാസ്സുകളായിട്ട് വരും. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ തീർക്കുമ്പോഴേക്കും അപ്പോഴേക്കും നമുക്ക് എന്താകും? സെപ്റ്റംബർ മാസത്തിലേക്ക് കടക്കും അല്ലെ? സെപ്റ്റംബർ മാസത്തിലേക്ക് ഇപ്പൊ സെപ്റ്റംബർ ആയില്ലേ? അപ്പൊ സെപ്റ്റംബർ ഏകദേശം ലാസ്റ്റ് ആകുമ്പോഴേക്കും ഓഗസ്റ്റ് മാസത്തിൽ ഫുൾ കറണ്ട് അഫെയർ വരും കേട്ടോ. ഒപ്പം വരും കേട്ടോ. ഞാൻ നിങ്ങളൊപ്പം കറണ്ട് അഫെയറുമായിട്ട് കൂടെ ഉണ്ടാകും. തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക, ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് കേരള ഹിസ്റ്ററി പക്കായിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ വേഗം തീർക്കാം. ഇനി കുറച്ച് ഇത്തിരി ലെങ്ത് ഒക്കെ ആയിട്ട് വീഡിയോ തരാം കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് കൊടുക്കുക, അതിലൊന്ന് ജോയിൻ ചെയ്യട്ടെ മക്കളെ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.